ഹലോ, ഡോക്ടർ ലിഷാനയാണ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്കൊരു അലർജി ഇൻഡ്യൂസ്ഡ് ആസ്മ അല്ലെങ്കിൽ അലർജിക് ആസ്മയെ കുറിച്ചൊന്നും പറയാം അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കുറേ പേർക്കൊക്കെ ഈ അലർജി ഉണ്ടാവും. കൊച്ചു കുട്ടികളിലായിരിക്കും കൂടുതലും കാണുന്നത്, വലിയ ഉള്ള ആൾക്കാർക്കും ഇതുണ്ടാവും. അപ്പോൾ ഈ കൊച്ചു കുട്ടികളിൽ നമുക്ക് അലർജി ഇങ്ങനെ കണ്ട് അത് ആസ്മയായിട്ടൊരു അഡൽഹുഡൊക്കെ ആകുമ്പോഴത്തേക്കും ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതെന്താണ്? അപ്പം അലർജിയും ആസ്മയൊക്കെ തമ്മിൽ റിലേഷൻ ഉണ്ടോ? അതല്ലെങ്കിൽ അലർജിയുള്ള എല്ലാം ആസ്മ ആവാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആകും കേട്ടോ. അലർജി ഉള്ളവർക്ക് ആസ്മ ആവാനുള്ള സാധ്യത ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. അത് സാധാരണ രീതിയിൽ നമുക്ക് എങ്ങനെ അലർജി വരുന്നത്? നമ്മളൊരു ഡസ്റ്റ് പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ പോളനോ അല്ലെങ്കിൽ വീട്ടിലുള്ള പെറ്റ്സ് അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയാലും, കാർപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊടി, മൗൾസിൻ്റെ ഫംഗസ് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അലർജിക് ആവും. ഇത് ഉള്ളിൽ പോയിട്ടാണ് നമുക്ക് അലർജി ആയിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അലർജി ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അലർജി കണ്ടിന്യൂസ് ആയിട്ട് വന്ന ഒരാൾക്ക് അത് പിന്നീട് ആസ്മയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് രോഗപ്രതിരോധ ശക്തി. അവരുടെ ദൗത്യം അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് ഉള്ളിൽ വന്നാൽ അവരപ്പം തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങും അല്ലേ. യുദ്ധം ചെയ്തിട്ട് ഇവരെ തോപ്പിച്ച് പുറത്തിറക്കണം, അങ്ങനെ നമ്മുടെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഇവർ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവരെപ്പോഴും സന്നദ്ധരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഈ അലർജിനെല്ലാം കൂടെ നമ്മുടെ മൂക്കിൽ കൂടി വന്നിട്ട് നമ്മുടെ റെസ്പിറേറ്ററി പാത്വേയിൽ പോകും. ഡസ്റ്റോ എന്തെങ്കിലും പോളനോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തു നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ പോകുമ്പോൾ ഈ റെസ്പിറേറ്ററി പാത്വേയിൽ പോയിട്ട് നമ്മുടെ ആൻറ്റിബോഡീസ് എല്ലാം, അതായത് ഈ ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങോട്ട് ഉണർന്നു പോയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ആ റെസ്പിറേറ്ററി പാത്വേ അങ്ങ് സ്വെല്ലൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ടുണ്ടാവുകയും ആ പാത്വേ അങ്ങ് നാരോ ആവുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ എന്തോ ചെയ്യുക? അതുകൊണ്ട് ഇവിടുത്തെ മസിൽസ് അങ്ങ് കൂടുതൽ ടൈറ്റൻ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക? യൂഷ്വലി അവിടുത്തെ ആ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ ആ പാത്വേ അങ്ങ് ചുരുങ്ങുകയും നമുക്ക് നോർമലി കിട്ടേണ്ട ഒരു ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തോ ചെയ്യുന്ന ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു, ശ്വാസം മുട്ടൽ പോലെയൊക്കെ അനുഭവപ്പെടും. അങ്ങനെ ഇതെന്തോ എടുക്കും? നോർമലി യൂഷ്വലി അതൊരു ആസ്മയായിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് അലർജി ഇൻഡ്യൂസ്ഡ് ആസ്മ അല്ലെങ്കിൽ അലർജിക് ആസ്മ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്ക് കാണുമ്പോഴേക്കും ബൈ.